ഇന്നുണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ക്രഷ് ആണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ ഒരു സ്ട്രോബെറി ക്രഷ് റെഡിയാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം സ്ട്രോബെറി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു മുകൾ വശം ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിയാക്കി അരിയാൻ നിൽക്കേണ്ട, നമ്മൾ എന്തായാലും അരയ്ക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് പേസ്റ്റ് ആക്കരുത്, കോഴ്സായിട്ട് അരച്ചാൽ മതി. അതായത് നല്ല തരിയുള്ള രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇതിവിടെ ഞാനിപ്പോൾ ഇങ്ങനെ തരിയോടുകൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി തരി കിടന്നാലും പ്രശ്നമൊന്നുമില്ല, കണ്ടോ. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു അളവിലേക്ക് ഈ 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നല്ല മധുരമായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, പക്ഷെ കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിക്കാക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഷുഗറൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇത് നല്ല ലൂസായിട്ട് വരും. അതൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ ഇളക്കി കൊടുക്കും തോറും ഇത് തിക്കായിട്ട് വരും. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അടുത്തുനിന്ന് മാറിപ്പോവാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടോ, ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. കളറും ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിക്കായി വരും തോറും ഇതിൻ്റെ ഒരു കളറും മാറി മാറി വരും. അതാണ് നല്ല കളറുള്ള സ്ട്രോബെറി ആണെങ്കിൽ ഇതുപോലെ നല്ല കളറ് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്കിത് ഈ ഒരു ക്രഷ് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇതിങ്ങനെ തിക്കായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നാരങ്ങാനീര് ചേർക്കുന്നത് തണുത്തതിന് ശേഷം ഈ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനും അതുപോലെ തന്നെ ഒരു പ്രിസർവേറ്റീവ് എന്നുള്ളൊരു നിലയ്ക്കും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് 1-2 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നാരങ്ങാനീര് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. എനിക്കിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്യാനായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതല്ല നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ക്രഷിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഒരു പോറിങ് കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്തിയെടുത്താൽ മാത്രമേ ഉള്ളൂ തണുത്തതിന് ശേഷം നമുക്ക് ക്രഷിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അത് കിട്ടത്തുള്ളൂ. ഇനി ജാമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ തിക്കാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ വേണ്ടത് ക്രഷാണ്. അതിന് ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. എങ്കിൽ മാത്രമേ തണുത്തതിന് ശേഷം ആ കറക്റ്റ് കട്ടിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ എന്തായാലും ഫ്ലെയിം ഓഫാക്കിയേക്കാം. നമ്മുടെ ക്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടു, ഇപ്പോൾ ഇത് പോറിങ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് സ്ട്രോബെറി ക്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എന്ത് ഈസിയാണ് വീട്ടിലുണ്ടാക്കാനായിട്ട്. പുറത്തുനിന്നൊക്കെ നല്ല വില കൊടുത്ത് വേണം ഇത് മേടിക്കാനായിട്ട്. ഇനിയിപ്പോൾ സീസണും കൂടിയാണിപ്പോൾ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കുന്ന ആരും മറക്കണ്ട. പിന്നെ ഇത് നമ്മൾ ഈ ക്രഷ് ഉണ്ടാക്കുന്ന സമയത്ത് ഇനി അത് ഇൻ കേസ് ഒരുപാടങ്ങ് കട്ടിയായിപ്പോയി, ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്കായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായി കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ക്രഷ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് തണുപ്പ് കൊണ്ട് ഇത് കട്ടിയായി പോകും. നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനൊന്ന് ലൂസാക്കാനായിട്ട് കുറച്ച് നല്ല വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു ബൗൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രഷ് നല്ല ലൂസായി കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഹോം മെയ്ഡ് സ്ട്രോബെറി ക്രഷിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.